ഹായ്, നമ്മൾ പലരും ഡോഗിനെ വാങ്ങിക്കുന്നത് പല ഉദ്ദേശത്തോടെയാണ് ഡോഗിനെ വാങ്ങിക്കാറുള്ളത്. ഒന്നിൽ നമുക്കവനെ പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് വളർത്തുക, ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ ഡോഗിനെ വാങ്ങിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിക്കാറുള്ളത് ഗാർഡിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഡോഗിനെ വാങ്ങിക്കുന്നത്, ഒരു വാച്ച് ഡോഗായിട്ട്. എന്നാൽ ഇവനെ വാച്ച് ഡോഗായിട്ട് വാങ്ങിക്കുമ്പോൾ കാണാൻ നല്ല സൈസ് ഉണ്ടായിരിക്കും, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കാം. പക്ഷേ ഇവൻ ആളെ കണ്ടാൽ കുരയ്ക്കുന്നില്ല എന്നുള്ളത് പലരുടെയും ഒരു ബുദ്ധിമുട്ടാണ്. പലരും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ഭൂരിഭാഗം പഠിക്കാൻ വരുന്ന ഡോഗ്സുകളും എന്ന് പറയുന്നത് ആളെ കണ്ടാൽ കുരയ്ക്കാത്തതുകൊണ്ട് ഇവനെ കുര പഠിപ്പിക്കണം എന്നുള്ള രീതിക്കാണ് ഇവിടെ വരാറുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇവനെ ആളെ കണ്ടാൽ കുരയ്ക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടുന്നത് എന്നുള്ളതിൻ്റെ നമ്മളൊരു ഡോഗിനെ വെച്ച് നിങ്ങൾക്കിന്ന് ഒരു ക്ലാസ് ആയിട്ടിന്ന് പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. പക്ഷേ അത് ക്ഷമയോടെ സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. സാധാരണ എല്ലാവരും പറയും ഗോൾഡൻ റിട്രീവർ അല്ലെങ്കിൽ ലാബർ ഡോഗ് ഇവരാരും ആളെ കണ്ടാൽ കുരയ്ക്കില്ലെന്നാണ്. എല്ലാവരും ഇവരെ സാധാരണ പെറ്റായിട്ടാണ് എല്ലാവരും വളർത്താറുള്ളത് വീടുകളിൽ. ഇവനെ കൊണ്ട് നമ്മളിപ്പോൾ എങ്ങനെയാണ് കുരയ്ക്കേണ്ടതെന്നും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവനെ കൊണ്ട് ഒരു ഡെമോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ കാണിച്ചു തരികയാണ്. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതിൽ നമ്മളുടെ മെത്തേഡിൽ 5 സ്റ്റേജാണ് ഉള്ളത്. ആളെ കണ്ടാൽ കുരയ്ക്കാത്ത ഡോഗ് കുരയ്ക്കുവാനായിട്ട് 5 സ്റ്റേജാണുള്ളത്. അതിൽ ഒരു സ്റ്റേജ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ പോകാവൂ. സെക്കൻഡ് സ്റ്റേജും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ തേർഡിലോട്ട് പോകാവൂ. അതും ഓക്കെ ആണെങ്കിൽ ഫോർത്തിലോട്ട് പോകാവൂ. അതും ഓക്കെ ആണെങ്കിൽ ഫിഫ്ത്തിൽ പോകാവൂ. സാധാരണ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഡയറക്റ്റ് 3, 4, 5 പോകും. കാരണം പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കണമെന്ന്. പക്ഷേ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലോട്ട് പോകൂ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോഗും കൺഫ്യൂഷനാവും, നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയെന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡോഗ് ആളെ കണ്ടാൽ കുരയ്ക്കണം. കുര പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഇവന് ചിലപ്പം ബോളാണോ ഇഷ്ടം, ചിലപ്പോൾ ഫുഡാണോ ഇഷ്ടം. അപ്പോൾ ഇവൻ്റെ ഇഷ്ടം മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യിപ്പിക്കാൻ. പക്ഷേ ഇവന് ബോളും ഇഷ്ടമാണ്, ഫുഡും ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫുഡ് വെച്ച് ചെയ്യിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ ഫുഡ് ഇട്ടതിന് ശേഷം ഡോഗിൻ്റെ അടുത്ത് കുരയ്ക്കാനായിട്ട്. അപ്പോൾ ഇവന് ആ ഒരു ക്രൈസ് കൊണ്ട് ഇത് വേണമെന്നുള്ള ആഗ്രഹത്തോടെ ഇവൻ കുരയ്ക്കും. റെക്സ്, ഗുഡ് ബോയ്, ബാ 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 ബാ, ഗുഡ് ബോയ്, കം ഹിയർ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, യെസ്, ഗുഡ്, സ്പീക്ക്. അപ്പോൾ ഇവൻ കുരയ്ക്കുന്ന സമയത്ത് നമ്മൾ കമാൻഡ് പറയുക. അത് ഒന്നിൽ സ്പീക്ക് എന്നാകാം, ബാർക്ക് എന്നാകാം, അല്ലെങ്കിൽ കുരയ്ക്കടാന്ന് പറയാം. പക്ഷേ ഈ പറയുന്ന വേർഡ് പിന്നെ മാറാൻ പാടില്ല. അതാണ് നമുക്ക് പ്രധാനം. അപ്പോൾ ഇവൻ കുരച്ച ആ സമയത്ത് തന്നെ നമ്മൾ ഫുഡ് കൊടുത്തു. അപ്പോൾ അവന് കാര്യം മനസ്സിലായി ഏകദേശം. നമ്മൾ വീണ്ടും ഡോർ അടയ്ക്കുന്നു, ഫുഡ് നമ്മൾ വീണ്ടും ഇടുന്നു. റെക്സ്, റെക്സ്, ബാ, ഗുഡ് ബോയ്, ഗുഡ്, യെസ്, സ്പീക്ക്, സ്പീക്ക്. അവൻ ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ സ്പീക്ക് എന്ന് പറയുന്നു, ഫുഡ് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എവിടെ നിന്ന് ഇവൻ്റെ അടുത്ത് സ്പീക്ക് പറഞ്ഞാലും കുരയ്ക്കണം ഈ ഒരു ഏരിയയിൽ. ഇത് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ അടുത്ത സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുന്നത്. നമ്മൾ സ്പീക്ക് പഠിപ്പിച്ചതിന് ശേഷം പിന്നെ പാത്രത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കയ്യിൽ തന്നെ ഫുഡ് വെച്ചിരുന്നാൽ മതി. റെക്സ്, സ്പീക്ക്, സ്പീക്ക്, ഗുഡ് ബോയ്. ഇത് യഥാർത്ഥത്തിൽ ഒരു പഠിപ്പിച്ച ഡോഗാണ്. നമ്മൾ സാധാരണ സമയമെടുത്ത് ചെയ്യാനുള്ളതാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പലർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ട്രെയിൻ ചെയ്ത ഒരു ഡോഗിനെ വെച്ച് കാണിച്ചു തരുന്നത്. നോ നോ, സ്റ്റേ, നോ നോ, സെറ്റ്, നോ, വെയിറ്റ്, സെറ്റ്, സ്റ്റേ, നോ, റെഡി. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസിൽ നിന്നിട്ട്, അതായത് നമ്മുടെ വീടും
അതായത് നമ്മുടെ ഗേറ്റും ഡോഗിൻ്റേതായ കൂടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിൽ നിന്ന് നമ്മൾ സ്പീക്ക് എന്ന് പറഞ്ഞാലും ഡോഗ് കുരയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നും റെക്സ് സ്പീക്ക്, ഗുഡ് ബോയ് സ്പീക്ക്, നമ്മുടെ ഡിസ്റ്റൻസിൽ നിന്നും ഇവന് കമാൻഡ് കൊടുക്കുമ്പോൾ ഡോഗ് കുരയ്ക്കണം എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. റെക്സ് സ്പീക്ക്, ഗുഡ് ബോയ് സ്പീക്ക്, ഗുഡ് ബോയ്, വെരി ഗുഡ്, കം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജിൽ ഡോഗിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സ്പീക്ക് എന്ന് പറയുമ്പോൾ കുരയ്ക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളെ വീടും ഡോഗിൻ്റെ കേജും നമ്മളുടെ വീട്ടിൻ്റെ ഡോറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിൽ നിന്നും ഡോഗിന് കമാൻഡ് കൊടുക്കുമ്പോൾ കുരയ്ക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് വരുന്ന മൂന്നാമത്തെ സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മളുടെ ഡോറിൻ്റെ കൊണ്ടിയിൽ തട്ടുക, അതിൻ്റെ കൂടെ സ്പീക്ക് പറയുക. തട്ടുക സ്പീക്ക്, തട്ടുക സ്പീക്ക്, തട്ടുക സ്പീക്ക്. അത് കുരയ്ക്കുമ്പോൾ അതിന് നമ്മൾ മാർക്ക് ചെയ്ത് അവന് ഫുഡ് കൊടുക്കണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡോറിൻ്റെ കൊണ്ടിയിൽ നമ്മൾ ടച്ച് ചെയ്ത് സ്പീക്ക് എന്ന് പറയുമ്പോൾ ഡോഗ് കുരയ്ക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഈ രീതിക്ക് ഡോറിൻ്റെ കൊണ്ടിയിൽ തട്ടുന്നു സ്പീക്ക്, തട്ടുന്നു സ്പീക്ക്, തട്ടുന്നു സ്പീക്ക്, തട്ടുന്നു സ്പീക്ക്. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാലാമത്തെ സ്റ്റേജാണ്. നാലാമത്തെ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീക്ക് എന്ന് പറയുന്ന വേർഡ് അങ്ങ് കട്ട് ചെയ്യും. പകരം നമ്മൾ ഗേറ്റിൻ്റെ ആ ഒരു കൊണ്ടിയിൽ നമ്മൾ തട്ടുക മാത്രമേ ഉള്ളൂ. വെയിറ്റ് ചെയ്യുക. കുരച്ചില്ലെങ്കിൽ മാത്രമേ നമ്മൾ സ്പീക്ക് പറയാവൂ. ഇല്ലെങ്കിൽ നമ്മൾ തട്ടുന്നു, തട്ടുന്നു സ്പീക്ക്, തട്ടുന്നു യെസ് ഗുഡ് ബോയ്, തട്ടുന്നു യെസ് ഗുഡ് ബോയ്. നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ സ്പീക്ക് എന്ന് പറയുന്നത് ആ ഒരു ടൈം കുറയ്ക്കും. സ്പീക്ക് എന്ന് പറഞ്ഞ കമാൻഡ് പറയുന്നത് കുറയ്ക്കും. അത് കുരച്ചില്ലെങ്കിൽ മാത്രം നമ്മൾ തട്ടുന്നു, വെയിറ്റ് ചെയ്യുന്നു, യെസ് ഗുഡ്, തട്ടുന്നു യെസ് ഗുഡ്, തട്ടുന്നു ഗുഡ് ബോയ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൻ്റെ ഓണർ അകത്ത് കയറിയിരിക്കും. ഇവിടെ ആരും കാണത്തില്ല. നമ്മൾ വീട്ടിനകത്ത് കയറി ശരിക്കും പറഞ്ഞാൽ ജനലിൻ്റെ ഇടയിലോ ഡോറിൻ്റെ ഇടയിൽ കൂടെ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുക. വെളിയിൽ നിന്നും ഒരാൾ വരുന്നതായിട്ട് ആക്ട് ചെയ്യുക. രാകേഷ് ടച്ച് ചെയ്ത് ഗുഡ് ബോയ്, ഗുഡ് ബോയ്, തട്ടിയോ. നമ്മൾ ഈ ഒരു സമയം, അതായത് ഗേറ്റിൽ തട്ടുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്തുനിന്ന്, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ എത്ര കുരയ്ക്കാത്ത ഡോഗിനെയും നമുക്ക് കുര പഠിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ഷമയും സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വിഷയമായിട്ട് നമുക്കിനി കാണാം.